നല്ലവണ്ണം ഉത്സാഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഓടി നടക്കുകയും ചെയ്തിരുന്നൊരു മാന്യ സ്നേഹിതനാണ്. അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ രാത്രിയുടെ സ്റ്റേറ്റസ് എനിക്കൊരാൾ അയച്ചതൊന്ന് ഞാൻ അതൊന്ന് നോക്കിയപ്പോ ആ സ്റ്റേറ്റസിലുള്ളത് എന്താണ്? ജനുവരി വരുമ്പോഴേക്ക് ഒരു പുതിയ വർഷം എന്നതിന്റെ പേരിൽ ആഘോഷിക്കാനുള്ളതല്ല, മറിച്ച് ഒരുപാട് പുതിയ ആലോചനകൾ കടന്നു വരേണ്ടതാണ്. ഒരു വർഷം മുഴുവനും ആലോചനകൾ കടന്നു വരേണ്ടതാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു ദിവസം ആഘോഷിക്കാനുള്ളതല്ല എന്ന ആശയം സ്റ്റേറ്റസിൽ എടുത്തു വെച്ച നൗഷാദ് ഹാജി ഇന്ന് നോക്കുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന ആള് രണ്ടു പേരും മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന്റെ 5 മക്കളുടെ ഫോട്ടോ ഞാൻ കണ്ടു. സുബ്ഹാനല്ലാഹ്. ആ 5 കുട്ടികൾക്കും അദ്ദേഹത്തിന്റെ ഭാര്യക്കും കുടുംബത്തിനും അല്ലാഹു തആല നല്ല ക്ഷമ നൽകട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അദ്ദേഹം എല്ലാ പണ്ഡിതന്മാരെയും സംഘടന വ്യത്യാസമില്ലാതെ ബഹുമാനിച്ചവരായിരുന്നു. അദ്ദേഹം ഏതെങ്കിലും ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളായിരിക്കും, പക്ഷേ എല്ലാ സംഘടനയിലുള്ള പണ്ഡിതന്മാരെ അദ്ദേഹം ബഹുമാനിക്കുന്നു. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ, നമ്മുടെ എല്ലാവരുടെയും നേതൃത്വമായ ശൈഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഉസ്താദ് അവരുകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചതിന്റെ ഫോട്ടോ ഞാൻ കണ്ടു. ഇതുപോലെ തന്നെ അപ്പുറത്ത് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിന്റെ കൈപിടിച്ച് വരുന്നതിന്റെ ഫോട്ടോ ഞാൻ കണ്ടു. അദ്ദേഹം ഒരു സംഘടനക്കാരനാണെങ്കിലോ അദ്ദേഹം എല്ലാ ആലിമീങ്ങളെ ബഹുമാനിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തോട് എനിക്കും വലിയ മാനസികമായ സ്നേഹമുണ്ടായിരുന്നു. എവിടെ കാണുമ്പോഴും ഓടി വന്ന് കൈതന്ന് സംസാരിക്കും. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു, ഇന്നത്തെ സദസ്സിൽ നൗഷാദ് ഹാജിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അപ്പൊ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, കഴിഞ്ഞ റമളാനിൽ നിങ്ങളുടെ ദർസിന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം ഏകദേശം 1 ലക്ഷം രൂപ എന്റെ ദർസിലേക്ക് അദ്ദേഹം പിരിവ് നടത്തിയിട്ട് തന്നിരുന്നു. എന്നിട്ട് ഇദ്ദേഹം ഈ ഉസ്താദ് എന്നോട് പറയാണ്, ആ 1 ലക്ഷം ഞാൻ ഉസ്താദിന്റെ ദർസിലേക്ക് തരുമ്പോ അതിൽ നല്ല ഒരു സംഖ്യ ഞാൻ നൗഷാദ് ഹാജിയോട് ചോദിച്ച ഉടനെ നൗഷാദ് ഹാജി എനിക്ക് അയച്ചു തന്നു. ആ സംഖ്യയിൽ നല്ല ഒരു സംഖ്യ നൗഷാദ് ഹാജി തന്നതാണ്. അത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അല്ലാഹുവേ, അതിന്റെ എല്ലാം മിത്ല സവാബ് നൗഷാദ് ഹാജിയുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അതുകൊണ്ടല്ലേ ഇന്ന് എല്ലാവരുടെയും സ്റ്റേറ്റസിൽ കാണാം നൗഷാദ് ഹാജിയുടെ ഫോട്ടോ. അദ്ദേഹത്തിന്റെ മയ്യത്ത് കൊണ്ടുവരുമ്പോൾ ഒരുപാട് പേര് ഒരുമിച്ചു കൂടി. എന്തേ കാരണം? ചെറുപ്പക്കാരെ, കുറെ കാലം ജീവിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹം 44-ാം വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞു. ഈ സാധുവായ ഞാൻ എത്രാം വയസ്സിൽ ലോകത്തോട് വിട പറയുമെന്ന് പറയാൻ കഴിയില്ല, നമുക്കാർക്കും പറയാൻ കഴിയില്ല. പക്ഷേ ഈ സദസ്സിൽ നിന്ന് നമ്മളൊരു തീരുമാനം എടുത്തിട്ടാണ് തിരിച്ചു പോകേണ്ടത്. നമ്മുടെ ആയുസ് കാലം എത്രയാണ് ഇനി ബാക്കിയുള്ളത്? ആ ആയുസ് മുഴുവനും നല്ലതിനു വേണ്ടി ചെലവഴിച്ച് നാടിന്റെ നന്മക്ക് വേണ്ടി, പള്ളിയുടെ നന്മക്ക് വേണ്ടി, മദ്രസയുടെ നന്മക്ക് വേണ്ടി, മുസ്ലിം ജമാഅത്തിന്റെയും